പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇപ്പോഴിതാ വെടിനിർത്തലിനായി ഇടപെട്ടിരിക്കുകയാണ് തുർക്കി, മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ. സംഘർഷം 12ാം ദിവസത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിലാണ് വെടിനിർത്തലിനായി രാജ്യങ്ങൾ ഇടപെടുന്നത്. തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ബിൻ ഇബ്രാഹിം, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ എന്നിവർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായി നിരന്തരം ചർച്ചകൾ നടത്തുന്നുമുണ്ട്. ഇവർ വെടിനിർത്തലിനായി മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. വെടിനിർത്തൽ കരാറിലെത്താനായി 3 രാജ്യങ്ങളിലെയും അധികാരികൾ അഫ്ഗാൻ താലിബാൻ നേതൃത്വവുമായും ബന്ധം സ്ഥാപിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാനുമായി വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് അവർ താലിബാനോട് ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ ചർച്ചകൾ സുഗമമാക്കുന്നതിനായി തുർക്കിയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമുള്ള പ്രതിനിധി സംഘങ്ങൾ ഉടൻ പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വെടിനിർത്തലിന് അനുകൂലമാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ചില പ്രത്യേക നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങളോട് സഹകരിക്കാമെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുമുണ്ട്. വരാനിരിക്കുന്ന പെരുന്നാൾ ദിനത്തിൽ വെടിനിർത്തൽ സംബന്ധിച്ച് ഒരു സുപ്രധാന തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നയതന്ത്ര വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. വെടിനിർത്തൽ കൊണ്ടുവരണമെങ്കിൽ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ ഭീകര സംഘടനാ നേതാക്കളെ കൈമാറണമെന്നുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുമെന്നാണ് കരുതുന്നത്. പാകിസ്ഥാനെ ലക്ഷ്യമിടുന്ന ഭീകര സംഘടനകൾക്ക് അഫ്ഗാനിസ്ഥാൻ സുരക്ഷിത താവളമൊരുക്കുന്നുവെന്നാണ് പാകിസ്ഥാന്റെ നിരന്തരമായ ആരോപണം. എന്നാൽ പാക് ആരോപണങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം നിഷേധിക്കുന്നുമുണ്ട്. നേരത്തെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഖത്തർ, തുർക്കി, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ സമാധാന ചർച്ചകൾക്ക് ശ്രമിച്ചുവെങ്കിലും അവ വിജയിച്ചിരുന്നില്ല. പശ്ചിമേഷ്യയിൽ അശാന്തിക്ക് തുടക്കമിട്ടത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിരുന്നു. ഈ സംഘർഷം തുടരുന്നതിനിടയിലാണ് ഇറാൻ യുദ്ധം ഉടലെടുക്കുകയും ലോകശ്രദ്ധ അങ്ങോട്ട് വഴിമാറുകയും ചെയ്തത്. മാസങ്ങളായി തുടരുന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചതായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായതും. അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായതും. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള ദുർഘടമായ ഡ്യൂറന്റ് രേഖയിൽ തുടരുന്ന സംഘർഷങ്ങൾ ഇപ്പോൾ ഒരു പൂർണ്ണമായ സായുധ സംഘട്ടനമായി വളർന്നിരിക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അഫ്ഗാൻ താലിബാൻ പ്രതിരോധ സേന പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത നഷ്ടം വരുത്തിയതായി അഫ്ഗാൻ അതിർത്തി സേനയുടെ വക്താവ് പറഞ്ഞതും വാർത്തയായിരുന്നു. ഇതുവരെ പോരാട്ടത്തിൽ 150 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. ഏകദേശം 200 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. താലിബാൻ അഫ്ഗാൻ സൈന്യം 40 പാകിസ്ഥാൻ പോസ്റ്റുകൾ പിടിച്ചെടുത്തു. പാകിസ്ഥാന്റെ ഏത് നടപടിയും നേരിടാൻ അഫ്ഗാൻ താലിബാൻ പ്രതിരോധ സേന പൂർണ്ണമായും സജ്ജമാണെന്നും അഫ്ഗാനിസ്ഥാൻ അറിയിച്ചിരുന്നു. അതേസമയം ഈ അഫ്ഗാൻ അവകാശവാദങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യമോ സർക്കാരോ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല. അഫ്ഗാൻ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായി നൂറുകണക്കിന് അഫ്ഗാൻ താലിബാൻ സൈനികർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്നും പാകിസ്ഥാൻ സൈന്യം നിരവധി താവളങ്ങൾ പിടിച്ചെടുത്തുവെന്നും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ അതിർത്തിയിൽ സംഘർഷം പുകയുമ്പോൾ അഫ്ഗാൻ സൈന്യം വിജയത്തിന്റെ അവകാശവാദം ശക്തിപ്പെടുത്തുകയുമാണ്. കൂടാതെ ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഇരു വിഭാഗങ്ങളും സംയമനം പാലിക്കാനും ചർച്ചയിലൂടെ തർക്കം പരിഹരിക്കാനും അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. സംഘർഷം മേഖലയിൽ അസ്ഥിരത വർദ്ധിപ്പിക്കുകയും ആയിരക്കണക്കിന് സാധാരണക്കാരെ കുടിയിറക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ പ്രധാന വ്യോമതാവളങ്ങളിൽ താലിബാൻ ആക്രമണം നടത്തിയിരുന്നു. റാവൽപിണ്ടിയിലെ നൂഖാൻ എയർബസ്, ക്വാറ്റയിലെ 12ാം കോപ്സ് ആസ്ഥാനം, ഖൈബർ പത്തൂൺഖയിലെ മുഹമ്മദ് ഏജൻസിയിലെ ഖോവിസു ക്യാമ്പ്, ഗുൽനി തുടങ്ങിയ തന്ത്രപ്രധാനമായ വ്യോമതാവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. പ്രധാന പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിൽ അഫ്ഗാൻ വ്യോമസേനയുടെ ഡ്രോൺ വിമാനങ്ങളാണ് ആക്രമണം നടത്തിയത്. ഇവയെല്ലാം പ്രധാനപ്പെട്ട പ്രതിരോധ സൗകര്യങ്ങളും പ്രവർത്തന കേന്ദ്രങ്ങളുമാണെന്നതാണ് പാകിസ്ഥാന് വൻ തിരിച്ചടിയാവുകയും ചെയ്തത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ സമീപകാല വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. വ്യോമതാവളങ്ങൾക്ക് പുറമെ പാകിസ്ഥാന്റെ പ്രധാന സൈനിക സൗകര്യങ്ങൾ, കമാൻഡ് സെന്ററുകൾ എന്നിവയും ലക്ഷ്യമിട്ടെന്നും കൃത്യവും ഏകോപിതവുമായ വ്യോമാക്രമണം നടത്തിയെന്നുമാണ് മന്ത്രാലയം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.